നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികരണവുമായി ഡീൻ MK നാരായണൻ രംഗത്ത്. ഡീൻ വാർഡൻ കൂടിയാണ്. എന്നാൽ വാർഡൻ ഹോസ്റ്റലിലല്ല താമസിക്കുന്നത്. അവിടെ താമസിക്കേണ്ടത് റെസിഡന്റ് ട്യൂട്ടറാണ്. വാർഡൻ ഹോസ്റ്റലിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നയാളല്ല. തന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സർവകലാശാലയിലെ ഹോസ്റ്റലിൽ ഇതുവരെ പ്രശ്നമുണ്ടായിട്ടില്ലെന്ന് ഡീൻ പറയുന്നു. സെക്യൂരിറ്റി പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തത്. അന്ന് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്ക് അസിസ്റ്റന്റ് വാർഡൻ കുട്ടികളെ കൊണ്ടുപോയിരിക്കുകയായിരുന്നു. അദ്ദേഹം കോഴിക്കോട് നിന്ന് വിളിച്ചു പറഞ്ഞാണ് ആത്മഹത്യാ ശ്രമം നടന്നതെന്ന് അറിഞ്ഞത്. 10 മിനിറ്റിൽ താൻ അവിടേക്ക് എത്തി. കുട്ടികൾ പോലീസിനെയും ആംബുലൻസിനെയും അറിയിച്ച് കാത്തിരിക്കുകയായിരുന്നു. വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് അവർ മുറിയിൽ കയറിയതെന്ന് പറഞ്ഞു. ജീവനുണ്ടെങ്കിൽ രക്ഷിക്കണമെന്ന് കരുതിയാണ് ആംബുലൻസ് എത്തിയ ഉടനെ കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഹോസ്റ്റലിൽ 120ഓളം കുട്ടികളുണ്ട്. അവരാരും ഇതേക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. ഹോസ്റ്റലിൽ താമസിക്കേണ്ടത് റെസിഡന്റ് ട്യൂട്ടറാണ്. ഡീനിന്റെ ജോലി എല്ലാ ദിവസവും ഹോസ്റ്റലിൽ പോയി സെക്യൂരിറ്റി സർവീസ് നടത്തുകയല്ല. ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി. ആരെങ്കിലും വിവരം പറയാതെ തനിക്ക് അറിയാൻ കഴിയില്ല. ആരും പറയാത്തത് കൊണ്ടാണ് മർദ്ദനം നടന്നത് അറിയാതിരുന്നത്. താൻ ഒരു കുട്ടിയുടെ വാഹനത്തിൽ ആംബുലൻസിന് പുറകെ ആശുപത്രിയിൽ പോയി. വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിയ ഉടൻ മരണം സ്ഥിരീകരിച്ചു. മരണം സ്ഥിരീകരിച്ച 10 മിനിറ്റിൽ വിവരം ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. തന്റെ നിർദ്ദേശപ്രകാരം തന്റെ തന്നെ വിദ്യാർത്ഥിയായ കൃഷ്ണകാന്താണ് സിദ്ധാർത്ഥന്റെ അമ്മാവനെ വിളിച്ചറിയിച്ചത്. സിദ്ധാർത്ഥന്റെ അഡ്മിഷൻ ആവശ്യത്തിന് എത്തിയപ്പോൾ അമ്മാവനുമായി പരിചയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു കൃഷ്ണകാന്ത്. നേരത്തെ സജിൻ മുഹമ്മദ് എന്ന വിദ്യാർത്ഥി അപകടത്തിൽപ്പെട്ട് ICUവിലായിരുന്നു. ഉടനെ താൻ കുട്ടിയുടെ ബന്ധുക്കളെ വിളിച്ച് മിംസ് ആശുപത്രിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അവർ പുറപ്പെട്ട് പാതി വഴിയായപ്പോൾ കുട്ടി മരിച്ചു. മരണവിവരം താൻ വീണ്ടും കുട്ടിയുടെ അച്ഛനെ വിളിച്ചറിയിച്ചു. ഒപ്പമുണ്ടായിരുന്ന അമ്മയെ ബന്ധുവീട്ടിലാക്കിയ ശേഷമായിരുന്നു പിന്നീട് അച്ഛൻ അടക്കമുള്ളവർ യാത്ര തുടർന്നത്. എന്നാൽ അമ്മ ബന്ധുവീട്ടിലെ കിണറ്റിൽ ചാടി ജീവനൊടുക്കി. ആ അനുഭവം തനിക്കുണ്ട്. അതിനാലാണ് ഇതിലൊരു വീഴ്ച വരാതിരിക്കാൻ അടുപ്പമുള്ള ആളെ കൊണ്ട് വീട്ടുകാരെ വിളിച്ച് വിവരം അറിയിച്ചത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് മരണം അറിയിക്കുക. ഇതൊക്കെ മാനസിക പരിഗണനയുടെ കാര്യമാണ്. ഇതെല്ലാം ഡീൻ ചെയ്യണമെന്ന് വാശി പിടിക്കുകയല്ല വേണ്ടതെന്നും നാരായണൻ പറഞ്ഞു. അതിനിടെ സിദ്ധാർത്ഥന്റെ ഫോൺ അക്രമി സംഘം പിടിച്ചു വച്ചിരുന്നതായി പോലീസ് പറയുന്നു. മർദ്ദനമേൽക്കുന്ന കാര്യം വീട്ടുകാരെ അറിയിക്കാതിരിക്കാനായിരുന്നു ഇത്. തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നതിന് മുൻപ് 16-ന് ഉച്ചയോടെയാണ് വീട്ടുകാർ സിദ്ധാർത്ഥനെ ഫോണിൽ ബന്ധപ്പെട്ടത്. പിന്നീട് പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നിരുന്നില്ല. 17-നും ഫോണിൽ കിട്ടിയില്ല. സഹപാഠികളിൽ ഒരാളെ വിളിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നും സിദ്ധാർത്ഥൻ കിടക്കുകയാണെന്നുമായിരുന്നു മറുപടി. ഈ സമയത്തെല്ലാം സിദ്ധാർത്ഥന്റെ ഫോൺ പ്രതികളുടെ കയ്യിലായിരുന്നു. ഈ സമയം അതിൽ തിരുത്തലുകൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. സിദ്ധാർത്ഥൻ മരിച്ച അന്ന് തന്നെ രാവിലെ പ്രതികൾ ഫോൺ കൈമാറി. തുടർന്ന് ഫോണിൽ അമ്മയുടെ 24-ന് വീട്ടിലെത്തണമെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു. പിന്നീട് അറിഞ്ഞത് മകന്റെ മരണ വാർത്തയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.